ഋഷിപാൽ, ഏതായാലും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി ഏത് വകുപ്പ് നൽകും? ആഭ്യന്തര വകുപ്പായിരിക്കുമോ എന്ന ആകാംക്ഷയുണ്ട്. മറ്റൊന്ന്, ഘടകകക്ഷികളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാനാണ് ശ്രമം. യോഗം തുടങ്ങുകയാണ്. ലീഗിന് 5 മന്ത്രിമാരെന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകും? അങ്ങനെ നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത്, അല്ലേ ഋഷിപാൽ? ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ UDF യോഗം നടക്കുന്നത്. അത് നേതൃയോഗമാണ്. ആ യോഗത്തിൽ ഘടകകക്ഷികളുമായി കോൺഗ്രസ് അടക്കം നടത്തുന്ന ചർച്ച എത്ര മന്ത്രിമാർ ഓരോ പാർട്ടികൾക്കും എന്നതാണ്. അതിൽ തീരുമാനം. അതിൽ കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടുമോ ഘടകകക്ഷികൾ എന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കം എത്ര മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും എന്നതൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകളുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇന്നത്തെ UDF നേതൃയോഗത്തിലുണ്ടാകും. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ മന്ത്രിസഭാ അംഗങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. കാരണം KC വേണുഗോപാൽ വൈകിട്ടോടെ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. പക്ഷേ കരട് പട്ടിക കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. KPCC അധ്യക്ഷനും ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ചേർന്നാണ് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ചർച്ചകൾ നടത്തി അന്തിമ തീരുമാനമായത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിസഭയുണ്ടാകും. വകുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നീടായിരിക്കും. അത് ഘടകകക്ഷികളുമായുള്ള വകുപ്പ് വിഭജന ചർച്ചകളൊക്കെ പിന്നീടായിരിക്കും നടക്കുക. ആദ്യഘട്ടത്തിൽ എത്ര മന്ത്രിമാർ ഓരോ പാർട്ടികൾക്കും എന്നതാണ് തീരുമാനം. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം ഒറ്റകക്ഷികൾക്കൊക്കെ 2.5 വർഷം വീതം മന്ത്രി പദം പങ്കിടുന്ന രീതിയിലുള്ള ഒരു ആലോചനയാണുള്ളത്. ആ നിർദ്ദേശം വരും. അത് എല്ലാ ഘടകകക്ഷികളും അംഗീകരിക്കുമെന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒറ്റകക്ഷിയുള്ളത് ഒന്ന് CMB ആണ്, രണ്ടാമത്തേത് അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ആണ്. അതിനു പുറമെ മോൻസിന്റെ, അതേപോലെ തന്നെ മാണി സി കാപ്പന്റെ പാർട്ടിയുണ്ട്. അങ്ങനെ KDF, അങ്ങനെയുള്ള പാർട്ടികൾ ഒറ്റകക്ഷിയായിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ പങ്കിടുന്ന രീതിയിൽ ഇനി അതിൽ RMP KK രമ മന്ത്രിസഭയുടെ ഭാഗമാകാൻ തയ്യാറാണെങ്കിൽ അവർക്കും സമാനമായി 2.5 വർഷം വീതം പങ്കിടുന്ന രീതിയാകാനാണ് സാധ്യത. ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിൽ ചിലപ്പോൾ കൂടുതൽ ചർച്ച ഇതൊക്കെ ഘടകകക്ഷികൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തുറ ചർച്ചകളുണ്ടാകും. പക്ഷേ അതിലൊക്കെ ഇന്നും നാളെയും കൊണ്ട് തീരുമാനമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ഘടകകക്ഷികൾ കൂടുതൽ അങ്ങനെ അവരുടെ നിബന്ധനകളോ മാനദണ്ഡങ്ങളോ മുന്നോട്ട് വെക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുറഞ്ഞ സമയമാണ്. തിങ്കളാഴ്ച പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ആലോചനയാണ്. അതിൽ 2.5 വർഷം വീതം ഒറ്റ കക്ഷിയാകുന്ന ഒറ്റ MLA-മാരുള്ള പാർട്ടികൾക്ക് പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ആ വിഷയത്തിലാണ് ഒരു തീരുമാനവും ചർച്ചയും ഉണ്ടാകേണ്ടത്. പ്രധാന ഘടകകക്ഷിയെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ജോസഫ് ഒപ്പം RSP അടക്കമുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകില്ല. കാരണം RSPക്ക് ഒരു മന്ത്രിയായിരിക്കും. ഷിബു ബേബി ജോൺ മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞതാണ്. അതേപോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയോ നൽകാനാണ് സാധ്യത. ആ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. പ്രാഥമികമായ ചർച്ചകളൊക്കെ നേരത്തെ നടന്നതുകൊണ്ട് 1 മണിക്കൂറിനകം തന്നെ ഈ UDFന്റെ നേതൃയോഗം അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം VD സതീശന് കൊച്ചിയിലേക്ക് പോകണം. അതുകൊണ്ട് വൈകാതെ യോഗം പൂർത്തിയാകും. ആ യോഗത്തിലെ തീരുമാനങ്ങൾ സ്വാഭാവികമായി UDFന്റെ കൺവീനറായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ സാധ്യത. വിനീത.